സുഹൃത്തുക്കളെ, ഐശ്വര്യവും സമ്പത്തും തേടി അലയേണ്ടതില്ല. അത് നമ്മുടെ ഗൃഹം തേടി വരും. എങ്ങനെയെന്നുള്ളതല്ലേ, കേവലം ഒരേ ഒരു ചെടി നടുന്നതിലൂടെ അല്ലെങ്കിൽ ഒരു വിത്ത് നടുന്നതിലൂടെ. ഐശ്വര്യത്തിന്റെ ഈ ഒരു വിത്തിന്റെ പേരാണ് മഞ്ഞൾ എന്ന് പറയുന്നത്. മഞ്ഞൾ ഒരു ഔഷധ ചെടി മാത്രമല്ല, ഔഷധവീര്യം മാത്രമല്ല, ആത്മീയമായിട്ടും ചില ബന്ധങ്ങളൊക്കെ പൂർവികമായി പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മഞ്ഞൾ നിങ്ങളുടെ ഗൃഹത്തിന്റെ കിഴക്ക്, വടക്ക് കിഴക്ക്, വടക്ക് പടിഞ്ഞാറ്, അതുപോലെ തന്നെ പടിഞ്ഞാറ്, ഇത്രയും ദിശകളിൽ നട്ടു വളർത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഓരോ ദിശയിലും നട്ടു വളർത്തുന്നതിന് ഓരോരോ ദിവ്യമാർന്ന ഫലങ്ങളുണ്ട് എന്നുള്ളതാണ്. എന്നാൽ മഞ്ഞൾ നമ്മൾ നടാൻ പാടില്ലാത്ത ചില ദിശകളുമുണ്ട്. അത്തരം ദിശകളിൽ നട്ടു കഴിഞ്ഞാൽ ചില പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഗൃഹത്തിൽ തുളസിത്തറയുണ്ട് എങ്കിൽ ആ തുളസിത്തറയോട് ചേർന്ന് അല്ലെങ്കിൽ ആ തുളസിയുടെ ചുവട്ടില്, ഇനിയിപ്പോൾ തുളസിത്തറയില്ല, ഒരു തുളസിയുണ്ട്, അതിന്റെ ചുവട്ടില് ഒരേ ഒരു മഞ്ഞൾ നട്ടു നോക്കൂ. തുളസിയും അതുപോലെ തന്നെ മഞ്ഞൾ ഒരുമിച്ച് വളരട്ടെ. ലക്ഷ്മി നാരായണ സങ്കല്പമാണത്. നിങ്ങളുടെ ഗൃഹത്തിൽ ഐശ്വര്യം, അംഗങ്ങൾ തമ്മിൽ ഐക്യം, ധനം, സമ്പത്ത്, പേരുപ്പുകൾ, ഇതൊക്കെ തന്നെ വർദ്ധിക്കാനായിട്ട് ആരംഭിക്കും. അപ്പോ വിശദമായ വീഡിയോ ആയുർവേദ മീഡിയ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്. കാണാൻ താല്പര്യമുള്ളവർക്ക് അത് കാണാം. നന്ദി.